നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അശോകന്റെ ധർമ്മ പോളിസിയെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, എന്താണ് അശോകന്റെ ധമ്മ പോളിസി അല്ലെങ്കിൽ ധർമ്മ പോളിസി എന്ന്. അപ്പോൾ നമ്മൾ അതും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അശോകന്റെ ധർമ്മ നയം. അശോക ശാസനങ്ങളുടെ കേന്ദ്ര ഇതിവൃത്തം എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായതാണ്. അശോകന്റെ സ്തംഭശാസനം വെളിപ്പെടുത്തുന്നത് ധർമ്മലിപി അല്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ലിഖിതങ്ങൾ അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് അദ്ദേഹത്തിന്റെ 12ാം ഭരണവർഷത്തിന് ശേഷമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ്. 12ാമത്തെ ഭരണവർഷത്തിന് ശേഷമാണ് അശോകൻ ധർമ്മ നയങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊത്തിവെക്കാനായിട്ട് തുടങ്ങിയത്. അശോകന്റെ എല്ലാ ശാസനങ്ങളുടെയും കേന്ദ്ര ഇതിവൃത്തം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മ നയത്തിൽ അധിഷ്ഠിതമായതാണ്. തന്റെ ഭരണം അവസാനിക്കുന്നത് വരെ അശോകൻ എന്ത് ചെയ്തിട്ടുണ്ട്? ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അഹിംസയാണ് അശോക ധർമ്മത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയമാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ ആ ഒരു ധർമ്മ നയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാന ശിലാശാസനം 1 മൃഗബലി നിരോധിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അഹിംസയിൽ അധിഷ്ഠിതമായതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൃഗബലി പോലുള്ള കാര്യങ്ങൾ നിരോധിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ശിലാശാസനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് രാജകീയ പാചകശാലയിൽ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നതിലും കുറവ് വരുത്തി. 26 വർഷത്തെ ഭരണത്തിന് ശേഷം അശോകൻ 5ാം സ്തംഭശാസനത്തിൽ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും കൂടുതൽ വലിയ നിരോധനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ 26ാം ഭരണവർഷത്തിലാണ് 5ാമത്തെ സ്തംഭശാസനം പുറപ്പെടുവിക്കുന്നത്. അതിൽ ഒരുപാട് ഈ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിനകത്ത് നടക്കുന്ന ആഘോഷങ്ങളും അതുപോലെ ആചാരങ്ങളും ഒക്കെ നിരോധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതചര്യയുടെ ഭാഗമാണ് ധർമ്മം എന്ന് പറയുന്നത്. നല്ല സ്വഭാവവും സാമൂഹിക ഉത്തരവാദിത്വവുമാണ് മറ്റൊരു പ്രധാന തത്വം. ഗുരുക്കന്മാരോടും പ്രായമുള്ളവരോടും ആദരവോടുള്ള പെരുമാറ്റം, അതുപോലെ മാതാപിതാക്കളോടുള്ള അനുസരണ, ശ്രമണരോടും ബ്രാഹ്മണനോടുമുള്ള ദാനശീലം. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അശോകൻ ധർമ്മനയം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരോടും അതുപോലെ മുതിർന്ന ആളുകളോടും ഒക്കെയുള്ള നല്ല പെരുമാറ്റം അല്ലെങ്കിൽ അവരെ ആദരിക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ മാതാപിതാക്കളെ അനുസരിക്കുക, അതുപോലെ ശ്രമണരോടും ബ്രാഹ്മണരോടുമുള്ള ദാനശീലം എല്ലാം തന്നെ അശോകന്റെ ധർമ്മ നയത്തിന്റെ ഭാഗമായിരുന്നു. ദുർബലരോടും പിച്ചക്കാരോടും അതുപോലെ അടിമകളോടും സേവകരോടും ദയോടുകൂടിയ മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നതും ധർമ്മം വാദിക്കുന്നുണ്ട്. അതായത് ദുർബലർ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പണമില്ലാത്ത ആളുകൾ, അവരോടും അടിമകളോടും ഒക്കെ സഹാനുഭൂതിയും ദയയും കാണിക്കുക എന്ന് പറയുക. അതുപോലെ കുറഞ്ഞ അളവിലുള്ള പാപം, അനേകം പുണ്യപ്രവൃത്തികൾ ചെയ്യുക, അനുകമ്പ, ഉദാരത, സത്യസന്ധത എന്നിവയും എന്തിന്റെ ഭാഗമായിരുന്നു? ധർമ്മയുടെ അല്ലെങ്കിൽ ധർമ്മ പോളിസിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം സൽപ്രവൃത്തികളാണ്. ഇപ്പോൾ ഉദാരത, സത്യസന്ധത, അതുപോലെ കുറഞ്ഞ അളവിൽ പാപം ചെയ്യുക, അതായത് കൂടുതലായിട്ട് പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഒരു കൂട്ടം സൽപ്രവൃത്തികളെയാണ് ധർമ്മ നയം എന്നതുകൊണ്ട് അശോകൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദുഷ്ടതകൾ അല്ലെങ്കിൽ ദുഷിച്ച പ്രവൃത്തികൾ ഒഴിവാക്കുകയും ചെയ്യുക. ധർമ്മനയത്തിന്റെ മറ്റൊരു പ്രധാന തത്വം വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിലും അഥവാ മതസമുദായങ്ങൾക്കിടയിലും പരസ്പര ബഹുമാനവും ഐക്യവും സൃഷ്ടിക്കുക എന്നതാണ്. അതായത് സഹവർത്തിത്വം, എല്ലാ മതങ്ങളോടും സഹിഷ്ണുത, എല്ലാവരെയും എല്ലാ മതങ്ങളെയും തുല്യരായി കാണുക എന്ന് പറയുന്നതും ഈ ധർമ്മനയത്തിന്റെ ഒരു ഭാഗമായിരുന്നു. രാജാവിന്റെ ധർമ്മങ്ങളും കടമകളും ഈ ശാസനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാജാവ് എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതിയാകാൻ പാടില്ല, മറിച്ച് എന്താണ്, രാജാവിന് ജനങ്ങളോട് ഒരുപാട് കടമകളുണ്ട്, അതുപോലെ രാജാവ് ചെയ്യേണ്ട കുറെ നല്ല ധർമ്മങ്ങളുണ്ട് എന്നും ഈ ധർമ്മ പോളിസിയിലൂടെ അശോകൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അശോകൻ തന്റെ സന്ദേശങ്ങൾ വാമൊഴി പ്രചാരണത്തിനു വേണ്ടി വിപുലമായ ക്രമീകരണം നടത്തിയിരുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ ശാസനങ്ങൾ നയിക്കുകയും ജനങ്ങൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അശോകൻ
ലിഖിതങ്ങളിലൂടെ മാത്രമല്ല ഈ ധർമ്മം പുറത്തെത്തിക്കാനായിട്ട് ശ്രമിച്ചത്, മറിച്ച് ചില വിശേഷ ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും വാമൊഴിയിലൂടെ എത്തിക്കാനായിട്ടും അശോകൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുമാരന്മാരും അതുപോലെ രചുകന്മാരും ഈ അശോകധർമ്മം പ്രചരിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനു അകത്തും പുറത്തും ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി ധർമ്മ മഹാമാത്രന്മാർ എന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധർമ്മ മഹാമാത്രന്മാർ എന്താണ് അവരുടെ ജോലി എന്ന് പറയുന്നത്? അപ്പോൾ ഈ ധർമ്മ ആശയങ്ങൾ, അശോകൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് ധർമ്മ മഹാമാത്രന്മാർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ധർമ്മയാത്രകളും നടത്തിയിട്ടുണ്ട്. ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് ധർമ്മ മഹാമാത്രന്മാർ എന്ന് വിളിക്കുന്നത്. അശോകധർമ്മത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഇതിനെ സാർവത്രിക മതം, രാജ്യധർമ്മത്തിന്റെ ഒരു രൂപം എന്നിങ്ങനെ പല രീതിയിൽ കരുതപ്പെടുന്നുണ്ട്. അതായത് സാർവത്രിക മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതം. അതുപോലെ രാജ്യധർമ്മത്തിന്റെ ഒരു രൂപം എന്ന രീതിയിലും ചരിത്രകാരന്മാർ ഇതിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അശോകധർമ്മ സ്വഭാവത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ, സമീപകാലത്തെ അരാമൈക്, ഗ്രീക്ക് ശാസനങ്ങളുടെ പഠനങ്ങൾ വളരെയധികം വെളിച്ചം വീശിയിട്ടുണ്ട്. അശോകന്റെ പ്രാകൃത ശാസനങ്ങളിലെ ധർമ്മത്തെ ഗ്രീക്ക് ഭാഷയിൽ യുസബിയ എന്നാണ് വിളിക്കുന്നത്. ഇതിനർത്ഥം ധാർമ്മികത എന്നാണ്. അരാമൈക് ശാസനങ്ങളിലും ധർമ്മത്തിന്റെ പര്യായമായി ദദ, സെയ്റ്റ് എന്നിങ്ങനെ പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അശോകധർമ്മം എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം, രാജ്യത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം, രാജാവിന് ജനങ്ങളോട് എന്തൊക്കെ കടമകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു സമ്പൂർണമായിട്ടുള്ള രേഖയാണ് ഈ അശോകന്റെ ധർമ്മനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.